ദുലീപ് ട്രോഫിയിൽ സെഞ്ചുറി ഉൾപ്പെടെ കിടിലൻ ഇന്നിംഗ്സുകൾ കാഴ്ചവെച്ച സഞ്ജു സാംസൺ വരാനിരിക്കുന്ന T20 മത്സരങ്ങൾ ലക്ഷ്യമിട്ട് വൈറ്റ് ബോൾ പ്രാക്ടീസ് തുടങ്ങിയിരിക്കുകയാണ്. നാഗ്പൂരിലെ രാജസ്ഥാൻ റോയൽസ് ഹൈ പെർഫോമൻസ് സെന്ററിലാണ് സഞ്ജുവിന്റെ കഠിന പരിശീലനം. മുൻ ഇന്ത്യൻ കോച്ചും ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനുമായ രാഹുൽ ദ്രാവിഡിന്റെ കീഴിലാണ് പരിശീലനം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള T20 പരമ്പരയിലാണ് സഞ്ജു ഇനി ആദ്യം കളത്തിലിറങ്ങുക. ഒക്ടോബർ 6-ന് ഗോളിയാറിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഒന്നാം T20 മത്സരം. ഈ മത്സരങ്ങളിൽ സഞ്ജു ഓപ്പണറുടെ റോളിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. മുതിർന്ന ടെസ്റ്റ് താരങ്ങൾക്കെല്ലാം വിശ്രമം അനുവദിച്ചതിനാൽ അഭിഷേക് ശർമ്മയുടെ കൂടെ ന്യൂ ബോൾ നേരിടാൻ സഞ്ജു എത്തിയേക്കും. റെഡ് ബോളിൽ നിന്ന് വൈറ്റ് ബോളിലേക്ക് മാറുന്നതിന് മുന്നോടിയായുള്ള പരിശീലനത്തിലാണ് സഞ്ജു. ഏതാണ്ട് 5 വർഷത്തിനിടെ തന്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറി 2 ആഴ്ച മുൻപ് സഞ്ജു കുറിച്ചിരുന്നു. കഴിഞ്ഞ T20 മാച്ചുകളിൽ പരാജയപ്പെട്ടെങ്കിലും എഴുതിത്തള്ളാനായില്ലെന്ന് സെലക്ടർമാരെ ഓർമ്മിപ്പിക്കുന്ന ഇന്നിംഗ്സുകളാണ് ദുലീപ് ട്രോഫിയിൽ കാഴ്ചവെച്ചത്. എന്നാൽ ഇറാനി കപ്പിൽ വിളി ലഭിക്കാതെ പോയി. അവസാനമായി ഇന്ത്യക്ക് വേണ്ടി കളിച്ച 2 T20 മത്സരങ്ങളിലും ശ്രീലങ്കയോട് സഞ്ജു ഡെക്കൌട്ട് ആയിരുന്നു. അതിനു മുൻപ് സിംബാബ്വേയിൽ 3 T20 മത്സരങ്ങളിൽ നിന്ന് 70 റൺസാണ് നേടിയത്. ഋഷഭ് പന്തിന് വിശ്രമം അനുവദിച്ചതിനാൽ ടീമിലെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറാണ് സഞ്ജു. ജിതേഷ് ശർമ്മയെ 2-ാം കീപ്പറായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ സഞ്ജുവിന് ദേശീയ ടീമിൽ സ്ഥിര സാന്നിധ്യമാവാൻ സാധിക്കും. IPL 2025 മുന്നോടിയായാണ് സഞ്ജുവിന്റെ ഹൈ പെർഫോമൻസ് സെന്ററിലെ പരിശീലനം. രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തത് സഞ്ജുവിന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. സഞ്ജുവാണ് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ. ദ്രാവിഡ് ക്യാപ്റ്റൻ ആയിരിക്കെയാണ് 2013-ലെ IPL-ലൂടെ സഞ്ജു അരങ്ങേറിയത്. അതുവരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലായിരുന്നെങ്കിലും ഒരു മത്സരത്തിലും കളിച്ചിരുന്നില്ല. ഇന്ത്യയെ T20 ലോകകപ്പ് ചാമ്പ്യന്മാരാക്കിയതിന് പിന്നാലെയാണ് ദ്രാവിഡ് പഴയ തട്ടകത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഇടവേളയ്ക്ക് ശേഷം റോയൽസിൽ തിരിച്ചെത്തുന്ന സഞ്ജുവിനെ സ്വീകരിക്കുന്ന വീഡിയോയും അതിനു പിന്നാലെ ദ്രാവിഡിന് കീഴിൽ സഞ്ജു പരിശീലനം ആരംഭിച്ചതിന്റെ ദൃശ്യങ്ങളും റോയൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ദ്രാവിഡ് ആൻഡ് സഞ്ജു എന്ന ക്യാപ്ഷനും നൽകി. സഞ്ജു ബാറ്റിംഗ് പരിശീലിക്കുന്നതും ദ്രാവിഡുമായി സംസാരിച്ചു നിൽക്കുന്നതുമാണ് പുതിയ വീഡിയോയിലുള്ളത്. ആരാധകരും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതേസമയം ഇത്തവണ സഞ്ജു നയിക്കുന്ന റോയൽസ് കിരീടം നേടുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒരു കാരണം കോച്ചിന്റെ കുപ്പായമണിഞ്ഞ് സഞ്ജുവിനൊപ്പം ഉള്ളത് ദ്രാവിഡാണ് എന്നതാണ്. കാരണം ഇന്ത്യയുടെ പരിശീലക കുപ്പായത്തിൽ നിന്ന് T20 വേൾഡ് കപ്പ് കിരീടം ഇന്ത്യക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയത്. ഇതിനുശേഷം ദ്രാവിഡ് എത്തുന്നത് തന്റെ പഴയ ടീമായ രാജസ്ഥാൻ റോയൽസിലേക്ക്. അതുകൊണ്ട് തന്നെ സഞ്ജുവും ദ്രാവിഡും ഒന്നിക്കുമ്പോൾ കിരീടം ഉറപ്പിക്കാം എന്ന് നിസ്സംശയം പറയുകയാണ് രാജസ്ഥാൻ ആരാധകർ. ആ ആരാധകരുടെ ആവേശം കൂട്ടാൻ ഈ ചിത്രങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു.